ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ അവസാനം RDX ചൂസ് ചെയ്യാൻ നോക്കിയപ്പോ ഞാൻ ഉള്ളിൽ കയറി പോയത് തന്നെയാണ്. ഒരു ടെററിസ്റ്റിനെ വായിച്ചു, പിന്നെ ഒരു ടെററിസ്റ്റ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്റെ തോക്ക് പിടിച്ചു വലിച്ചു, ഞാൻ അങ്ങനെ തോക്ക് വിട്ടു. പിന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു കമ്പാർട്ട് ഫൈറ്റ്, നമ്മുടെ നാട്ടിലെ കാണുന്ന പോലെ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ നാടനടി. അപ്പൊ അങ്ങനെയാണെന്ന്. പിന്നെ ഞാനത് കഴിഞ്ഞു വെപ്പൺ ഇല്ലായിരുന്നു, എന്റെ വെപ്പൺ ഉണ്ടായിരുന്നു, അത് ഉള്ളിൽ വലിച്ചു. അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഞാൻ നമുക്ക് സെക്കൻഡറി വെപ്പൺ പിസ്റ്റൾ എടുത്തിട്ട് പുള്ളിക്കാരനെ ടെററിസ്റ്റിനെ ഞാൻ ഫയർ ചെയ്തു. ഫയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഈ ഗ്രാനേഡ് 2 സെക്കൻഡിന്റെ ഗ്രാനേഡാണ്, അവിടെ ചൈനീസ് ഗ്രാനേഡ് 2 സെക്കൻഡ് ആകുമ്പോൾ ബ്ലാസ്റ്റ് ആവും. 1, 2 എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റ് ആവും. 360 ഡിഗ്രി ആംഗിൾ അതിന്റെ ചെറിയ ചെറിയ പീസുകൾ തെറിക്കും. അപ്പൊ അത് ഇങ്ങനെ ഒരു പൂ വിരിയുന്ന പോലെയാണ്. ഞങ്ങളിങ്ങനെ നമ്മൾ കുടയൊക്കെ തുറക്കുന്ന ആ ഒരു ആംഗിളിലാണ് അതിന്റെ. അപ്പൊ അത് ഈ ബെൽറ്റിന്റെ നമ്മുടെ ഈ ബെൽറ്റിന്റെ ഉള്ളിലൂടെ ഗ്രനേഡിന്റെ റിങ് അത് ഉള്ളിലിട്ട് ബെൽറ്റിന്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ സീരിയലാക്കി ഇട്ടിട്ടേക്കുന്നു. അങ്ങനെ ഒരു ഗ്രനേഡ് പിടിച്ച് മേലേക്ക് ത്രോ ചെയ്തു. അപ്പോൾ തായൽ വന്ന് ബ്രസ്റ്റ് ആയാൽ, അതാ ഞാൻ പറഞ്ഞ ഈ മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് സെൽഫ് ഡിസിഷൻ എന്ന് പറയുന്നതിന്റെ കമാൻഡോസിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തായൽ വന്ന് ബ്രസ്റ്റ് ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു. അങ്ങനെ അവസാനം ഞാനത് ഹെഡ് ചെയ്തപ്പോൾ എന്റെ തലേന്ന് ബ്ലാസ്റ്റായി. അങ്ങനെ എന്റെ ഹെൽമെറ്റ് ക്രാഷ് ആയിട്ട് അതിന്റെ 3 പീസ് തലക്കുള്ളിൽ ഇറങ്ങി. അതിൽ 2 റിമൂവ് ചെയ്തു. ഇപ്പോൾ ഒരു പീസ് ഇപ്പോഴും. അങ്ങനെ 2 ടെററിസ്റ്റും മരിച്ചു. പിന്നെ ഒരു 6 മാസത്തോളം അങ്ങനെ മാസങ്ങളോളം കോമയിലായിരുന്നു. കോമ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതിന് 1.5 വർഷത്തോളം ഹോസ്പിറ്റൽ ജീവിതം ആയി. അപ്പൊ ആ കാലയളവിൽ പല ആൾക്കാരുടെയും സ്നേഹവും എന്റെ സഹപ്രവർത്തകർ, അതായത് നമ്മുടെ സൈനികർ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അവരുടെ എല്ലാ സ്നേഹവും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ഇങ്ങനെ ഈ രീതിയിലെത്തി. എനിക്ക് തോന്നുന്നു സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വന്നട്ടെ. പറയാം. സർ, അത് ഞാനൊന്ന് സല്യൂട്ട് ചെയ്തോട്ടെ? ചെയ്യും, തീർച്ചയായും. പേരെന്താ? യെസ്. അപ്പൊ ഷിബിലയുടെ ആ ഒരു സല്യൂട്ട് ഇവിടെ ഇരിക്കുന്ന കാഡറ്റ്സിന്റെ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികളും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ഈ ഒരു സല്യൂട്ട് ചെയ്യാനായിട്ട്, അതെ, എല്ലാ ഇന്ത്യക്കാരും ഈ ഒരു സല്യൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലാണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളും ഒരു സല്യൂട്ട് സത്യം പറഞ്ഞാൽ ചെയ്തതാണ്. സോ യെസ്, അപ്പൊ ആ ഒരു കഥ കേട്ടിട്ടുള്ള നമ്മുടെ NCC കാഡറ്റ്സിന്റെ ആ ഒരു ബഹുമാനം ആണ് ഇപ്പൊ നമ്മുടെ ഷിബില നൽകിയത് എന്നെനിക്ക് പറയാനുണ്ട്. അപ്പോ ഈ ഇരിക്കുന്ന കാഡറ്റ്സിന് മാത്രമല്ല, കേട്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് 2 പേർക്കും ആ ഒരു അവിടെ നടന്ന ആ ഒരു സംഭവം എങ്ങനെ നടന്നു എന്ന് ഓർക്കുമ്പോ തന്നെ നമ്മള് അത്രയും ഒരു ഫീലിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പൊ സാറ് പറഞ്ഞു എന്താണെങ്കിലും 1 കൊല്ലത്തോളം